نحمد الله العظيم ونصلي ونسلم على حبيبه الكريم سيدنا محمد وعلى آله وصحبه والذين اتبعوهم وصاروا على نهجهم القويم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور. صدق الله مولانا العظيم. من أمسى كألا من عمل الحلال أمسى مغفورا له. صدق نبينا رسول الله. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ ഒരു വെള്ളിയാഴ്ചയുടെ പ്രഭാതത്തിൽ നാം ഈ ചെയ്ത അമലുകളൊക്കെയും ഈ ഇരിക്കുന്ന ഇരുത്തവുമൊക്കെയും അല്ലാഹു ബറക്കത്തുള്ള അമലാക്കട്ടെ. നാഫിയായ ഇൽമു കൊണ്ട് അല്ലാഹു നമ്മളെ ഈ ലോകത്തിലും ഉപകാരമുള്ളവരും അനുഗ്രഹീതരും ആക്കി തരട്ടെ. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ അലസത വെടിയണം, നന്നായിട്ട് അധ്വാനിക്കണം, തൊഴിൽ മേഖലകളിൽ വ്യാപൃതമാവണം, ഉത്തരവാദിത്തങ്ങൾ നന്നായി ഓർമ്മിച്ച് അതിനുവേണ്ടി അത് നിർവഹിക്കുന്നതിനായി നിങ്ങൾ പ്രയത്നിക്കണം എന്ന് മൊത്തത്തിൽ പറയുന്ന കൂട്ടത്തിൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയാണ്, അധ്വാനത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും അലസത വെടിയണം എന്ന്. പരിശുദ്ധ ഇസ്ലാം തൊഴിലിനെ നന്നായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തൊഴിലൊന്നും ചെയ്യാതെ മൗഢമായി ഇരിക്കുന്നത് ഒരിക്കലും അത് ഇസ്ലാമിൽ നല്ല കാര്യമല്ല, മതപരമായി തന്നെ ഒരു ഗുണമുള്ള ഏർപ്പാടല്ല. അത് ആക്ഷേപാർഹമാണ്. അതിൽ ധാരാളം കുഴപ്പങ്ങളും കുറവുകളും വന്നു ചേരാനുമുണ്ട്. അപ്പൊ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഈ അലസതയെ. അതേ സമയത്ത് തൊഴിൽ മേഖലകളിൽ സജീവമാകുന്നതിന് ഉത്സാഹം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയാണ്, അലൈക്കും ബിൽ ഇക്തിസാബി മിനൽ ഹലാൽ. നിങ്ങൾ ഹലാലായ തൊഴിലുകൾ, അധ്വാനങ്ങൾ നന്നായി ചെയ്യണം. ഫഇന്നൽ ഇക്തിസാബ മഅ്മൂറുൻ ബിഹി. അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്, അധ്വാനിക്കണം എന്ന് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വഫീഹി ഫളു. അതിൽ ബഹുമാനങ്ങളും ശ്രേഷ്ഠതകളൊക്കെ ഈ തൊഴിൽ ചെയ്യുന്നതിലുണ്ട്. വസവാബുൻ കസീർ. ധാരാളം പ്രതിഫലവും അതിൽ കിട്ടും. മഹുമാ സ്വലുഹത്ത് ഫീഹി നിയ്യ. പക്ഷെ എന്ത് വേണം? നിയ്യത്ത് നന്നാവണം. നിയ്യത്ത് നന്നായിട്ട് നമ്മൾ കൂലിവേല ചെയ്താൽ പോലും അതിനാൽ കിട്ടുന്ന ഗുണങ്ങൾ ചെറുതല്ല, പ്രതിഫലം കുറവല്ല, ധാരാളം ഉണ്ടാവും. മൻ അംസ കാല്ലൻ മിൻ അമലിൽ ഹലാൽ. ഒരു ഹദീസിൽ കാണുന്നു, ഒരാള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം പണിയെടുത്ത് നന്നായിട്ട് ക്ഷീണിച്ചു, തടി കുറച്ച് നല്ലോണം വീക്കായി, നല്ല കുറച്ച് പ്രയാസം വന്നു. പണിയെടുത്ത് ക്ഷീണിച്ചു വൈകുന്നേരം വരെ. എന്നാൽ അംസ മഗ്ഫൂറല്ലഹു. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് ക്ഷീണിച്ചവനാകുമ്പോൾ തന്നെ അംസ മഗ്ഫൂറല്ലഹു, അവൻ ആ സമയത്ത് തന്നെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവനായി തീരുകയും ചെയ്യും. അപ്പൊ കൂലിവേല ചെയ്തിട്ട് നമ്മൾ വിയർത്ത് ക്ഷീണിച്ച് അവശതയിലായാൽ തന്നെയും അത്രയും നേരം നമ്മൾ എന്തായി? പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടവനായി. അപ്പൊ വൈകുന്നേരം ആവുമ്പോ പാപം പൊറുക്കുക എന്നുള്ള പുണ്യം അപ്പുറത്തുണ്ട്. തടി ക്ഷീണിക്കുന്തോറും അവിടെ നമുക്ക് ഗുണമുണ്ട് എന്ന് അറിയിക്കുന്ന ഹദീസാണ് ഓതിക്കേൽപ്പിച്ചിട്ടുള്ളത്. നിയ്യത്ത് നന്നാവണം എന്ന് പറയുമ്പോൾ എന്തായി? പണിയെടുക്കുമ്പോൾ, തൊഴിൽ ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ എന്ത് നിയ്യത്താ വേണ്ടത്? ഒന്ന്, അവന്റെ ദീനിന്റെ സംരക്ഷണമാണ്. അവന്റെ ദീന് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഓൻ അധ്വാനിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യാന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. അത് മാത്രമല്ല, പിന്നെ ജനങ്ങളോട് കൈകാണിച്ച് വല്ലതും തരണേ എന്ന് പറയുന്നതിൽ നിന്ന് തൻ്റെ ശരീരത്തെ അഭിമാനത്തിലെത്തിക്കാനും ഓൻ്റെ തൊഴിലത് കഴിയും. ഞാൻ അതിനു വേണ്ടി പണിയെടുക്കുകയാണ്, ആരാന്റെ മുമ്പിൽ കൈ കാട്ടണ്ടല്ലോ, അന്തസ്സോടുകൂടി ജീവിക്കണം, അതോടൊപ്പം എൻ്റെ ദീന് സംരക്ഷിക്കപ്പെടണം.
അതുപോലെ തന്നെ കിഫായത്ത നഫ്സിഹി വ ഇയാലിഹി, അതുപോലെ തന്നെ അവനക്കും അവന്റെ ആശ്രിതർക്കും ചെലവിന് വക കണ്ടെത്തുക എന്നുള്ളതും കൂടി നിയ്യത്താണ്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്, അതിനാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്നത്. അതുപോലെ പണിയെടുത്തിട്ട് കിട്ടിയിട്ട് എന്റെയും കുടുംബത്തിന്റെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക്, ദരിദ്രന്മാർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് സഹായിക്കാലോ എന്നുള്ള നിയ്യത്തുകളായിരിക്കണം ഒരാൾ ഒരു ജോലിയിൽ, ഒരു വേലയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടത്. അങ്ങനെ നിയ്യത്തോടുകൂടി ദുനിയാവിലെ ഒരു കാര്യം ഒരുത്തൻ പ്രവർത്തിച്ചാൽ, ജോലി ചെയ്താൽ അവനാകും ആമിലൻ ലിൽ ആഖിറ, അവൻ ആഖിറത്തിലേക്ക് വേണ്ടി അമല് ചെയ്ത ആളുകൂടിയാകും. ഒരാള് പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അമലുകളിൽ വ്യാപൃതനാണ്, വൈകുന്നേരം വരെ ഓന് ഇബാദത്തിൽ മുഴുകി നോക്കുക. എന്നാൽ ഇതുപോലെ ആഖിറത്തിലേക്ക് അമല് ചെയ്തവനാകും ദുനിയാവിലെ കൂലിവേലയിലും മറ്റു ജോലിയിലും ഏർപ്പെട്ടാൽ. നിയ്യത്ത് നന്നാക്കിയാൽ ഓന്റെ ആ പണിക്കും ആഖിറത്തിൽ വലിയ കൂലിയുണ്ട്. ഇന്ന് ചില കുടുംബങ്ങളൊക്കെ വളരെ കൂടുതൽ കഷ്ടത്തിലാണ്, പ്രയാസത്തിലാണ്, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. അവിടെ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും, ആ കുടുംബത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നായകൻ, ആ കുടുംബത്തിന്റെ ഒന്നാമനായിട്ടുള്ള ആള് ആരായിരിക്കും? ഭർത്താവ്, പിതാവ് ഒക്കെ ആയിട്ടുള്ള സ്ഥാനത്തുള്ള ആളുകൾ. പക്ഷെ ചിലരൊന്നും പണിക്ക് പോകാതെ വെറുതെ സമയം കളയാണ്. അവരുടെ അലസതയാണ് ആ കുടുംബത്തെ ആ അധോഗതിയിൽ എത്തിച്ചിട്ടുള്ളത്. അത് വളരെ ബുദ്ധിമുട്ടാണ്. ആ കഴിവുണ്ട്, പണിയുണ്ട്, തനിക്ക് ആരോഗ്യമുണ്ട്, പക്ഷെ പണിക്ക് പോലെ ഒരു അലസത, ഒരു മടി. ഓനിക്ക് തോന്നാണ് ഓനിക്ക് ഈ പണിയൊന്നും ഓനിക്ക് പറ്റിയതല്ല എന്നോ ഓനിക്കൊന്നും തോന്നിപ്പോകാണ്. എന്നിട്ട് ഒരു പണിക്കും പോകില്ല. എന്നിട്ട് ഇവരെ കൂടി പോറ്റേണ്ട ഒരു ബാധ്യത ആ പാപം കെട്ടിക്കൊണ്ടെന്ന് പെണ്ണിനാവുകയാണ്. എന്നിട്ട് ആ പെണ്ണ് ഈ ആരാന്റെ വീട്ടിൽ പാത്രം കഴുകാൻ പോയിട്ടും, അതുപോലെ അടക്ക ചുരണ്ടാൻ പോയിട്ടും, അങ്ങനെ ചെറിയ ചെറിയ പണിയെടുത്തിട്ട് വേണം അവനെയും ഓനിൽ നിന്നുണ്ടാകുന്ന മക്കളെയും പോറ്റേണ്ട ഒരു ദുർഗതി. എത്രയോ അമ്മമാരുണ്ട് കഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ആ വിഷയത്തിൽ നന്നായിട്ട് ജാഗ്രത പുലർത്തണമെന്നാണ്. അത്തരക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പറ്റില്ല. ചില ആളുകളുണ്ട് അത്തരക്കാർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി തള്ളിക്കൊടുക്കുന്നത്. ആ തള്ളിക്കൊടുക്കലും നിർത്തണോ? അവർക്ക് സക്കാത്ത് സദഖകൾ പോലും കൊടുക്കാതെ അത്തരക്കാരെ പാഠം പഠിപ്പിക്കണം എന്നുകൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുമ്പോൾ സഹായിക്കണം, പക്ഷെ ഇങ്ങനെ അലസത കാണിക്കുന്നവരെ നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടും സദഖ കൊടുത്തിട്ടും ഓന്റെ അലസതക്ക് ആക്കം കൂട്ടാൻ നമ്മൾ കാരണക്കാരാവരുത്. ഹദീസിൽ കാണാം, അന്നനബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി തങ്ങൾ ഹറമ സദഖ, സദഖയെ നിഷിദ്ധമാക്കി, സദഖ കൊടുക്കരുത് എന്ന് പറഞ്ഞു. ആർക്ക്? അലാ ദീ മിർറത്തിൻ മിനർ റിജാൽ, ആണുങ്ങളെ കൂട്ടത്തിൽ നല്ല തണ്ടും തടിയുള്ള ആളുകൾ, പക്ഷെ പണിക്ക് പോകൂല, അലസതയിൽ ഇങ്ങനെ കഴിയാണ്. അങ്ങനെ ആരാണ്ടത് കിട്ടിയിട്ട് ജീവിക്കുന്ന ഒരു തക്കിടി സ്വഭാവക്കാരാണ് എങ്കിൽ അവരെ നിങ്ങൾ സദഖ കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കരുത്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളും നമ്മളെ ശ്രദ്ധയിൽ വരണം. എനിക്ക് കൂലിയും വേലയും ഒക്കെ ചെയ്ത് നമ്മുടെ സ്വന്തത്തെ പരിരക്ഷിക്കുക, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ആശ്രിതരെ നന്നായി കൊണ്ടുനടക്കുക. അതിന് നിയ്യത്ത് നന്നാക്കിയിട്ട് ആഖിറം സമ്പാദിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ, പലപ്പോഴും പല തൊഴിലാളികൾക്കും വേലക്കാർക്കും പിടിപെടുന്ന ഒരു വിഷയമുണ്ട്. എന്താ? വേലയല്ലേ, തൊഴിലല്ലേ എന്ന് വിചാരിച്ച് ആ തൊഴിൽ സമയത്തിനിടയിൽ നിർബന്ധമായും റബ്ബിന് ചെയ്തു കൊടുക്കേണ്ട ഹക്കുകളുണ്ട്. ഒരാളുടെ വൈയക്തികമായി നിർബന്ധമായ ആരാധനകളുണ്ട്. ആ ആരാധനക്ക് മുടക്കം വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനവറുകൾ പറയാണ്, മുൻഗാമികളിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാര് 3 തരത്തിലാണ്. ചില ആളുകൾ അദ്ദേഹം ആഖിറത്തെ കുറിച്ച് ഓർത്തിട്ട് ദുനിയാവേ വേണ്ടാതായി, അങ്ങനെ കുറെ ആളുകൾ, അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ. ഫഹാദ മിനൽ ഫായിസീൻ, അവൻ ഉന്നത ഗ്രേഡുകാരനാണ്, ഔലിയാക്കന്മാരാണ് അവര്. വേറൊരാളുണ്ട്, ആഖിറത്തിന് വേണ്ടിയാണ് ഓ ദുനിയാവിൽ ജോലി ചെയ്യുന്നത്, അങ്ങനെ ജോലിയിൽ വ്യാപൃതനാകുന്നത്. അവരാണ് മിഡിൽ ലെവലുകാരായിട്ടുള്ള ആളുകൾ. അതാണ് നമുക്കൊക്കെ അഭികാമ്യം. നമ്മൾ ദുനിയാവിൽ ജോലി ചെയ്യണം, ദുനിയാവിന്റെ കാര്യങ്ങളായിട്ട് ഏർപ്പെടണം, പക്ഷെ ഇത് എന്തിനു വേണ്ടിയാകണം? ആഖിറത്തിലേക്ക് വേണ്ടി, അതിന് മുതൽക്കൂട്ടാകുന്ന രൂപത്തിലാകണം എന്ന രൂപത്തിൽ നമ്മളെ കണ്ടെത്തണം.
വേറൊരു ചങ്ങാതിയുണ്ട് ശകലഹു മആശുഹു അൻ മആദി, ദുനിയാവുമായിട്ട് ഇങ്ങനെ കെട്ടുപടഞ്ഞിട്ട് ആഖിറത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തില്ല, നിൽക്കാറുമില്ല, വേറുള്ളത്. കാരണം അവർക്ക് അതിനൊന്നും സമയമല്ല. ഫഹാദ മിനൽ ളാലിമീൻ, അവൻ ആരാണ്? ദുൽമ ചെയ്യുന്ന ആളുകളിൽ പെട്ടവനാണ്, അവൻ അക്രമി. അപ്പൊ നമ്മുടെ കൂലി വേലക്കിടയിൽ, ജോലിക്കിടയിൽ നിസ്കാരം പോലുള്ള അല്ലാഹുവിന് നിർബന്ധമായി നാം നിർവഹിക്കേണ്ട ഇബാദത്തുകൾ നമ്മളതിൽ നഷ്ടപ്പെടുത്താൻ പാടില്ല, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തണം ഈ വേലയുടെ ഇടയിൽ, ജോലിക്കിടയിൽ. ഒരു മുതലാളിക്ക് കീഴിൽ പണിയെടുക്കാനാകട്ടെ, ഒരാളുടെ കൂലി വേലക്കാരനാകട്ടെ, എങ്ങനെ ആയിരുന്നാലും അവർക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ജോലിയിൽ ആത്മാർത്ഥത വേണം. ഇപ്പൊ ചില തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കണമെങ്കിൽ മേശിരി പുറത്ത് പോലെ നോക്കാൻ വേണ്ടി ഒരാൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തണം പണിക്കാരൻ, അല്ലെങ്കിൽ അവർ ഉഴപ്പ് കൊടുക്കും. ഈ രൂപത്തിൽ ആത്മാർത്ഥതയില്ലാതെ പോകുന്ന രീതി ശരിയല്ല. ചിലപ്പോ ഈ വേലക്കാരെ വെച്ച് എടുപ്പിക്കുന്ന ആൾക്ക് ചിലപ്പോൾ പരിജ്ഞാനക്കുറവുണ്ടാവും, വേല ചെയ്യിപ്പിക്കുന്നത്. അത് തൊഴിലാളികൾ ചൂഷണം ചെയ്യും. ഓർക്ക് പരിചയമില്ലല്ലോ എന്നുണ്ടാക്കും. അങ്ങനെ ഇട്ട് കളിപ്പിച്ചിട്ട് പരമാവധി മുതലാളിൻ്റെ അടുത്ത് പൈസ വസൂലാക്കാനുള്ള ഒരു ചൂഷണ മാർഗമായി തൻ്റെ തൊഴിലിടങ്ങളെ ആക്കുന്ന തൊഴിലാളികളുണ്ട്. അതും വളരെ ശ്രദ്ധിക്കണം. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ മുഅ്തരിഫ്, ജോലി ചെയ്യുന്ന, വേല ചെയ്യുന്ന മുഅ്മിനായ സത്യവിശ്വാസിയായ ആളെ അല്ലാഹുക്ക് വലിയ ഇഷ്ടമാണ്. വഇയ്യാക വൽ കദിബ, നീ കളവ് പറയുന്നത് സൂക്ഷിക്കണം. വൽ ഗിശ്, ചതിവഞ്ചന നടത്തുന്നത് സൂക്ഷിക്കണം. വകസറത്തുൽ ഇഖ്ലാഖ് ബിൽ വഅദി, വാഗ്ദത്ത ലംഘനം വല്ലാതെ കൂടുതൽ വരുന്നത് ശ്രദ്ധിക്കണം. വാഗ്ദത്ത ലംഘനം ഉണ്ടാകാൻ പാടില്ല. വമിൻ ഗദിൻ ബഅദ ഗദിൻ, നാളെയാകാം മറ്റന്നാളാകാം എന്ന് പറഞ്ഞിങ്ങനെ ഇട്ട് കളിപ്പിക്കണം. ചിലപ്പോൾ ചില വീടൊക്കെ പണിയെടുക്കുമ്പോൾ ഈ പണിക്കാരൊന്നും വന്നു കിട്ടാൻ വേണ്ടിയിട്ട് യാസീൻ നേർച്ചയാക്കേണ്ടി വരിക. അത് ബന്ധു കിട്ടണ്ടേ? ഇനി വന്നാൽ തന്നെ ഒരു ദിവസം വന്ന് 2 ദിവസം വന്ന് പിന്നെ കാണൂല, പിന്നെ ഓല കാല് പിടിക്കാൻ പോകണം. ഈ രൂപത്തിൽ അപ്പൊ എന്താ പറയാ, പോയി നോക്കി നാളെ വരാന്ന് പറയാം, നാളെ വരുന്നത്. അങ്ങനെ എത്ര നാളെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന പോലെയുള്ള നാളകൾ പെരുത്തു നാളകളാണ്, പക്ഷെ പണിക്ക് വരില്ല. ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്ന രീതി അത് ശരിയല്ല. അതാണ് ഈ രൂപത്തിൽ നാളെ മറ്റന്നാളോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുന്ന രീതി, അതൊക്കെ സൂക്ഷിക്കണം. അതൊന്നും ചെയ്യാൻ പാടില്ല. വൈലുല്ലിത്താജർ, കച്ചവടക്കാർക്കാണ് സർവനാശവും. എന്താ ഓല നാശം? അവര് തൊട്ടയിൽ കുടിച്ചത് സത്യം ചെയ്തിട്ട് അള്ളയാണ് സത്യം, ഇത് നല്ല സാധനം, അള്ളയാണ് സത്യം, ഇതിന് 5000 രൂപ വിലണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരത്തിന് വേണ്ടി സത്യം ചെയ്യുന്ന കച്ചവടക്കാർ, അവർക്ക് സർവനാശം. അതുപോലെ തന്നെ ചില തൊഴിലാളികൾക്കും സർവനാശം. ഏതാണ് തൊഴിലാളി? മിൻ റദിൻ ബഅദ റദിൻ, പിന്നെ വരാം, നാളെ വരാം, മറ്റന്നാൾ വരാം എന്ന് പറഞ്ഞ് കളിപ്പിക്കണ തൊഴിലാളികൾക്കും സർവനാശം എന്നുവരെ വ്യക്തമായി ശ്രദ്ധിച്ച് നന്നായിട്ട് ജോലി വേലകളിലൊക്കെ വ്യാപൃതരാവണം. അത് നിയ്യത്ത് നന്നാക്കണം. അതിൽ നമ്മൾ ചതിയും വഞ്ചനയും ചെയ്യാനും കബളിപ്പിക്കാനും ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ സതുപദേശങ്ങളുടെ സാരം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നിന്റെ പൊരുത്തത്തിലായി നൽകണം. റഹ്മാനെ, ദുനിയാവിലെ ഞങ്ങളുടെ ജീവിതം അന്തസ്സുള്ള ജീവിതമാക്കണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ജീവിതമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും കുടുംബങ്ങളുടെയും എല്ലാവരുടെയും ജീവിതാവശ്യങ്ങൾ എല്ലാം നിറവേറ്റി റാഹത്തുള്ള അവസ്ഥകളിൽ നീ ഞങ്ങളെ നിലനിർത്തണേ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.